അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പോകും കേട്ടോ. അവിടെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഉറുമ്പ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ എണീറ്റു, 4:30 ആകുമ്പോഴത്തേനും എണീറ്റ് വിളക്കൊക്കെ വെച്ചു. പക്ഷേ അടുക്കളയിൽ കയറിയത് പതുക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറി ആക്കാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ടാണ് പതുക്കെ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ കുക്കറിൽ കടല മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 കാഷ്യൂം കൂടെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. അതിനുശേഷം അതിലേക്ക് ഉള്ളി വഴറ്റണം. ഉള്ളി അരിയുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വരുന്ന എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ആദ്യം ഇടേണ്ടതാട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക ആദ്യം എണ്ണയിൽ തന്നെ ഇട്ടാൽ മതി. ഞാൻ മറന്നു പോയതുകൊണ്ടാണ് പിന്നെ ഇട്ടത്. എന്നിട്ട് ഇത് ഉള്ളി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. എന്നിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വെന്ത് എണ്ണ തെളിയുന്ന വരെ ആക്കുക. അപ്പോൾ ഇത് തക്കാളി വഴണ്ട് കിട്ടാൻ നല്ല സമയമെടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി പരത്തി വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ അത് ഇളക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നടക്കുമല്ലോ, സമയം കളയണ്ടല്ലോ. 7 ആകുമ്പോഴത്തേനും 8 മണിയാകുമ്പോഴത്തേനും മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതെല്ലാം വഴണ്ട് കഴിഞ്ഞിട്ട് തക്കാളി വഴണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല ഉണ്ടല്ലോ അത് ചേർക്കാം. പിന്നെ അരച്ച് വെച്ച അരപ്പും ചേർക്കാം. ഒരു 10 കാഷ്യൂ കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റോളം വേവിക്കണം. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത് തിളച്ചൊന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം. എന്നിട്ട് അതിൻ്റെ മേലെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പോകും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അത് കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, എത്ര വൃത്തിയാക്കിയിട്ടാലും അതിന് മേലെ കുറേ ഇങ്ങനെ ഉറുമ്പുകൾ വരും. ആ ടൈലും നാനോ വൈറ്റും തമ്മിലുള്ള ഗ്യാപ്പിൽ കൂടെ ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എന്തോ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് ഒത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി, സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വർക്ക് ഏരിയയും വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വർക്ക് ഏരിയയും വൃത്തിയാക്കി കേട്ടോ. ഇന്നിനി ലഞ്ചൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം കഴിഞ്ഞതും വൃത്തിയാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇനി വൈകിട്ട് അടുക്കള തുറന്നാൽ മതി. അപ്പോൾ ഇത് ലഞ്ച് വേണ്ട, കാരണം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ പോകേണ്ടത് കൊണ്ട് ലഞ്ച് ഉണ്ടാക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ നിന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഉറുമ്പിൻ്റെ ശല്യമാണെന്ന് കുറേ പേര് പറയുന്നു. ഉറുമ്പാണ് ഈ വെള്ള പൂപ്പല പോലെ വരുന്നതെന്ന് കുറേ പേര് പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനുള്ള മരുന്ന് മേടിക്കുന്നതിന് മുമ്പ് ആ ഇലയൊക്കെ ഒന്ന് കഴുകി വിട്ടിട്ട് അതിലാണെങ്കിൽ നിറയെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇലയെല്ലാം ഒന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് കൊണ്ടുവച്ചു. കുറച്ചധികം പ്ലാന്റ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി എന്താണ് മരുന്ന് എന്നൊന്നും എനിക്കറിയില്ല. അവിടെ പോയി ചോദിക്കണം. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് തോന്നണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതെല്ലാം വെയിലത്ത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ റെഡിയായി, കല്യാണത്തിന് പോകാൻ റെഡിയായി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.